ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് ഞാൻ 5 വയസ്സായ ഒരു കുട്ടിക്കുള്ള അംബ്രല കട്ടിങ് പലാസോ പാൻ്റ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അതിനായിട്ട് ഞാനൊരു 2.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലൈസിംഗ് ഉള്ള ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് അതിനുള്ള ലൈനിങ് ആണ്, 1.5 മീറ്ററാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ മെറ്റീരിയലിൽ അതിനുള്ള അംബ്രല കട്ട് ചെയ്തെടുക്കേണ്ട ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മളെടുത്ത മെറ്റീരിയൽ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നിങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കിയിടുകയാണ് ചെയ്യുന്നത്. 2 കാലിനുള്ളതും ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കോണാക്കി എടുത്തത്. നമ്മൾ സാധാരണ അംബ്രല സ്കേർട്ടും അതുപോലെ ഗൗണൊക്കെ കട്ട് ചെയ്യാൻ എടുക്കൂലേ, അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. അതേ രീതിയിൽ ഇങ്ങനെ കോണാക്കി മടക്കിയിട്ടതിന് ശേഷമാണ് ഇതിനുള്ളത് കട്ടിങ്ങും ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ താഴോട്ട് ഒരു 3 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് ഈ പാൻറ്റിന് വേണ്ട അരവണത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അവിടുന്ന് താഴോട്ടാണ് നമുക്ക് വേണ്ട അളവ് എടുക്കേണ്ടത്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഭാഗത്തു നിന്ന് താഴോട്ട് ഒരു 25 ഇഞ്ചാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതിനി ഞാൻ മുകളിൽ നിന്ന് നമ്മൾ ആ കോർണർ ഉണ്ടല്ലോ അവിടെ പിടിച്ചാണ് കേട്ടത് അടയാളപ്പെടുത്തുന്നത്. അവിടെ പിടിച്ച് അടയാളപ്പെടുത്തുമ്പോൾ ഒരു 28, 3 ഇഞ്ച് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയില്ലേ, ആ ഒരു അളവ് വെച്ച് കണ്ട് നമുക്ക് വേണ്ടത് 25ആണ്. അപ്പോൾ അതിൻ്റെ 3ഉം കൂട്ടി 28 ഇഞ്ച് വെച്ച് കണ്ട് ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ റൗണ്ട് ചെയ്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ആ പോയിൻറ്റുകൾ ഓരോന്നും ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പാൻറ്റിന് വേണ്ട 2 അംബ്രല പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ അരഭാഗം കട്ട് ചെയ്തില്ല, അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് മനസ്സിലാകാനാണ് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിന് വേണ്ട ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായി ലൈനിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തുള്ള ഈ പീസ് ഉണ്ടല്ലോ അത് 4ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുകയാണ്. ഒരു 13 ഇഞ്ച് വീതിയിലാണ് അത് മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 21 ഇഞ്ച് ഇറക്കത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി ആ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ 21 ഇഞ്ച് ഇറക്കാണ് ഇതിന് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത്. മുകളിലുള്ള പീസിൻ്റെ അത്ര തന്നെ ഇറക്കം ലൈനിങ് ഇട്ട് കൊടുക്കില്ലല്ലോ, കുറച്ച് കയറിയിട്ടാണല്ലോ ലൈനിങ് ഇട്ട് കൊടുക്കൽ. കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ ലൈനിങ് കുറച്ച് ഇറക്കം കുറച്ചെടുത്തിട്ടുള്ളത്. കാരണം മെയിൻ പീസിനേക്കാളും എത്ര കയറി നിൽക്കണതാണ് ലൈനിങ് നല്ലത്. കാരണം കുട്ടികളെ കാൽമ തടയണ രീതിയിൽ ലൈനിങ് കൊടുക്കുകയാണ് നല്ലത്. ലൈനിങ് സാധാ പാൻറ്റിൻ്റെ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. അംബ്രല ആയിട്ട് കട്ട് ചെയ്തെടുക്കണില്ല, കാരണം ഉള്ളിൽ വരുന്നതല്ലേ. അപ്പോൾ പിന്നെ സാധാ പാൻറ്റിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഈ ക്രോച്ച് ഭാഗമാണ് ആദ്യം ഞാൻ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ അടിഭാഗം ഉണ്ട് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനൊരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുകൾ ഭാഗം അംബ്രല ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അടിഭാഗം കുറച്ച് വീതി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഒരു 10 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ അംബ്രലയിൽ കട്ട് ചെയ്ത് വെച്ച ഈ മെയിൻ പീസ് ഉണ്ടല്ലോ അതിൽ ഈ പാൻറ്റിന് വേണ്ട ക്രോച്ചും ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു 10 ഇഞ്ചിലാണ് അതിൻ്റെ ക്രോച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ ബോക്സ് രൂപത്തിൽ വരച്ചുകൊണ്ട് നമ്മൾ സാധാരണ ക്രോച്ച് വരക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ലൈനിങ് കട്ട് ചെയ്തപ്പോഴും ക്രോച്ച് 10 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. രണ്ടും ക്രോച്ച് ഒരേ അളവ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്ന് കുത്തി കൊടുത്തൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം 2 കാലിനുള്ള 2 പീസും സെപ്പറേറ്റ് ആക്കി മാറ്റി കൊടുക്കാം. ഇനി ഓരോ കാലിൻ്റെ ഈ സെൻറ്റർ ഭാഗത ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെ ഞാനൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മുകൾ ഭാഗത്തു നിന്ന് അടി വരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ അടി വരെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്.
രണ്ടില്ലേ മോൾ ഭാഗത്ത് ഒരു 2 ഇഞ്ചോളം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന് ശേഷം അവിടുന്ന് താഴോട്ട് അടി വരെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് വിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കാലിൻ്റെ ഈ ഭാഗത്തും ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു കട്ടിംഗ് ഒക്കെ കൊടുക്കാനാണ് ഞാൻ അങ്ങനെ ആ 2 ഇഞ്ച് വിട്ടുകാണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2 പീസിൻ്റെ ഈ എന്താണ് ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, അതിൽ ഞാനൊരു ടെക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 ഇഞ്ചിൽ ഇതുപോലെ ഫ്രണ്ടിൻ്റെ ആ സെൻട്രലായിട്ട് ഓരോ ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ പട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ ടെക്കിൻ്റെ ആവശ്യമില്ല. ഫ്രണ്ടിൽ ആ പട്ടക്ക് ആവശ്യമുള്ള വിട്ടുകാണ്ട് ബാക്കി ഭാഗം ടെക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ലൈനിങ്ങും ഈ മെയിൻ പീസും കൂടി യോജിപ്പിച്ചെടുക്കാനായിട്ട് വേണ്ടത്. മെയിൻ പീസിൻ്റെ ചീത്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് ഇട്ട് കൊടുത്തുകൊണ്ട് രണ്ടും കൂടി ഒന്ന് മുകൾ ഭാഗം യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ലൈനിങ്ങിലും ഇതുപോലെ തന്നെ ഞാൻ 1 ഇഞ്ചിൽ ടെക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇതേ രീതിയിൽ ഒന്നിങ്ങനെ ടെക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ 2 പീസും ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ മെയിൻ പീസും ലൈനിങ്ങിൻ്റെ പീസും കൂടി മുകൾ ഭാഗത്ത് ഇതുപോലെ ടെക്കൊക്കെ ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ 2 പീസ് നമ്മൾ ഈ പാൻറ്റിൻ്റെ രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ക്രോച്ച് ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇങ്ങനെ 2 പീസ് ഒരേ രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ 2 പീസിൻ്റെയും ക്രോച്ച് ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഈ പീസിൻ്റെ ഈ ഭാഗവും ഈ പീസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ച് ഈ ക്രോച്ചിൻ്റെ ഈ അടിഭാഗം വരെ ഒന്നിങ്ങനെ പിടിച്ച് ഇതുപോലെ ഇവിടെ വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ലൈനിങ്ങും കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ മറ്റേ ഭാഗം അതേ രീതിയിൽ തന്നെ ഒന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഭാഗം അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ പാൻറ്റിൻ്റെ ആ 2 ഭാഗം ഞാനിപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നിർത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ മെയിൻ പീസ് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങും ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ട ചെയ്യേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് യോജിപ്പിച്ചെടുക്കുന്നത്. മെയിൻ പീസ് ആദ്യം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് അടിയിൽ നിന്ന് ഈ തല വരെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ യോജിപ്പിച്ച മെയിൻ പീസ് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ലൈനിങ് മാത്രമായിട്ട് വേറെ സെപ്പറേറ്റ് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങും മെയിൻ പീസൊക്കെ സെപ്പറേറ്റ് ആക്കി ഇപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ് മുകളിൽ വേറെ യോജിപ്പിച്ച് അതിൻ്റെ അടിയിൽ കണ്ടില്ലേ മെയിൻ പീസ് വേറെ ആയിട്ടാണ് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. റോളമ്മ വെച്ച് കണ്ട് ഞാനൊന്ന് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 കാലിൻ്റെ അടിഭാഗം ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റോളമ്മ് ചെയ്യണമെന്ന് ഞാനിതിൽ കാണിക്കണില്ല കേട്ടോ. റോളമ്മ് ചെയ്യണ ഒറ്റക്കുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ആ 2 കാലിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മടക്കി അടിക്കണതിനെക്കാട്ടി ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈ അംബ്രല കട്ടിങ് ഒക്കെ ആകുമ്പോൾ അതിങ്ങനെ ഒരു ഫ്ലവർ മാതിരി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഈ ഭാഗം എത്തിയപ്പോൾ ലൈറ്റിന് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. രാത്രിയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യണതും വീഡിയോ എടുക്കണമൊക്കെ, അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലമാണ്. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ പട്ട വെക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ അളവാണ് എടുക്കുന്നത്. ഒരു 10 ഇഞ്ചാണ് ഞാനിത് അളന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട ഈ പട്ട നമ്മൾ ഈ 10 ഇഞ്ചിൽ തന്നെയാണ് എടുക്കുന്നത്. 10 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഈ പീസ് ഇതിൻ്റെ ബ്ലൗസിനുള്ള പീസിൻ്റെ ഒരു പീസും അതുപോലെ നമ്മളിപ്പോൾ ഈ പാൻറ്റിന് എടുത്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസ്, അങ്ങനെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഈ 2 പീസിൻ്റെ ഈ ഭാഗം അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം ഒരു നമ്മൾ ലൈനിങ് ആയിട്ടില്ല ആ പീസും അതുപോലെ ഒരു പേപ്പർ ക്യാൻവാസും എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ അളവ് തന്നെയാണ്, അത് സെൻറ്റർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇതേ അളവിൽ എടുത്ത് ഇതൊന്ന് അയൺ ചെയ്തെടുത്തതാണിത്. ഇനി നമ്മളെടുത്ത ഈ 2 പീസുകളും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റിലൊന്ന് പിന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത മെയിൻ പീസ് ഉണ്ടല്ലോ അത് മുകളിലായി വരുന്ന രീതിയിൽ ക്യാൻവാസ് അടിയിലും വരുന്ന രീതിയിൽ ഇതുപോലെ കൊടുത്തൊന്ന് ഫുള്ളായിട്ടൊന്ന് പിന്ന് കുത്തി കൊടുത്താൽ മതി. ഇത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ നമ്മൾ ഈ പിന്നിങ്ങനെ കുത്തി കൊടുക്കണത്. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവൊന്നും വരാതെ കറക്റ്റ് കിട്ടാനാണ് ഇതിങ്ങനെ പിന്നൊക്കെ കുത്തി കൊടുത്ത് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളെ ഈ പാൻറ്റിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മൾ ഈ 2 സൈഡിലും ഒരു 2 ഇഞ്ചോളം ഇങ്ങനെ ഒരു വിടവ് കിട്ടിയില്ലേ സൈഡിലും ആ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ കട്ടിങ്ങിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ ഈ പട്ട വെച്ച് കൊടുക്കേണ്ടത്.
ലൈനിങ്ങോട് കൂടിയാണ് ഞാൻ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ പട്ട വെച്ചതിന് ശേഷം ആ ഭാഗം ഒന്ന് ക്ലോസ് ആക്കും. അപ്പോൾ പിന്നെ രണ്ട് ഭാഗത്തും ലൈനിങ്ങോട് കൂടി ഒന്ന് ക്ലോസ് ആയി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഈ വർക്ക് പീസ് വരുന്ന ഭാഗം ഈ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിന്ന് കുത്തി കൊടുത്തുകൊണ്ട് ഒന്നിങ്ങനെ ഫുള്ളായിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം ഞാനിത് ഇതുപോലെ ഇങ്ങനെ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം ആ അരികിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പട്ടത അതിങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മറിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് കറക്റ്റാക്കി മടക്കി പിടിച്ചതിന് ശേഷം ഇവിടെ ഈ മടക്കി കൊടുത്ത് ഈ അരികിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ പിന്നൊക്കെ ഊരി കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ പട്ട ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ 2 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് എത്രയാണ് അളവെന്ന് വരുന്നത് ഒന്ന് അളന്നെടുക്കാം കേട്ടോ. അതിന് ശേഷം അതേ അളവിൽ വേണം നമുക്ക് ഇതിൻ്റെ ബാക്കൊക്കെ വേണ്ട പീസ് മുറിച്ചെടുക്കാൻ. ഇതിൻ്റെ ബാക്ക് ഭാഗം അളന്നപ്പോൾ ഒരു 16 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 16 ഇഞ്ചിലുള്ള 2 പീസ് ഒരു ലൈനിങ്ങിലും നമ്മളെ പാൻറ്റിൻ്റെ ആ ക്ലോത്തിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഒരു 5 ഇഞ്ച് വീതിയിലും ഈ 16 ഇഞ്ച് നീളത്തിലുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ഈ 2 പീസും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ മറിച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ബാക്ക് ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബാക്കിലിട്ട് കൊടുക്കാൻ ഒരു 10 ഇഞ്ചിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ അതേ അളവ് തന്നെയാണ് ബാക്കിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പിന്ന് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത് അങ്ങേ ഭാഗത്ത് കൂടി ഒന്ന് വലിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇലാസ്റ്റിക് ഈ ഭാഗത്ത് കൂടി ഇട്ട് അങ്ങേ ഭാഗത്ത് കൂടി വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാതെ ഇരിക്കാൻ ഞാൻ 2 ഭാഗത്തും ആദ്യം ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം വലിച്ചു പിടിച്ച് ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് ഉള്ളിൽ ഇങ്ങനെ മടങ്ങി പോകാതിരിക്കാനാണ് ഈ സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിലൂടെയുള്ള സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ 2 ഭാഗം യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ പിടിച്ച് നമ്മൾ ആ സെൻറ്ററിൽ സ്റ്റിച്ച് വന്നിട്ടില്ലേ, അതിൻ്റെ ആ ഭാഗത്തേക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ആ സ്റ്റിച്ചും ഇതും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. 2 ഭാഗം അതേപോലെ ഒന്ന് ആ 2 സ്റ്റിച്ചും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ ആ സെൻറ്ററിലുള്ള സ്റ്റിച്ചും ഇതും ഒന്നിച്ചായി കിട്ടും. അങ്ങനെ ഈ പാൻറ്റിൻ്റെ 2 സൈഡും ഞാനിപ്പോൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 2 സ്റ്റിച്ചും കൂടി ഒന്നായി കിട്ടിയിട്ടില്ലേ. നമ്മൾ ആ സെൻറ്ററിൽ കൊടുത്ത സ്റ്റിച്ചും നമ്മളിപ്പോൾ ചെയ്ത ആ സ്റ്റിച്ചും കൂടി ഒന്നിച്ച് ഒരേ രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അംബ്രല്ല കട്ടിങ്ങിലുള്ള പലാസോ പാൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികൾ ഇട്ട് കാണുമ്പോഴാണ് അതിനേക്കാളും ഭംഗി ഉണ്ടാകുക. കാരണം ഇത് നടക്കുമ്പോഴാണ് ഇത് പാൻറ്റാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാഞ്ഞാൽ സ്കേർട്ട് ഇട്ട മാതിരിയാണ് നമുക്ക് തോന്നൽ. അപ്പോൾ നമ്മുടെ പാൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബ്ലൗസ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെ ഇതേ അളവിൽ ഒരു പാൻറ്റും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പാൻറ്റും ഒരുമിച്ച് ചെയ്തെടുത്തതാണ്. ഇനി ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.